സന്തോഷ് പണ്ഡിറ്റ് പോലൊരു കഥാപാത്രം ഉണ്ടായില്ലേ, നമ്മൾ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അയാളെ. അതിൽ ഇത്രയും അശ്ലീലം കേട്ടോ. അയാൾക്ക് ചില എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, ഒരു മാനസികമായിട്ടുള്ള എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരാളായിട്ടൊക്കെയാണ് ഞാൻ അയാളെ മനസ്സിലാക്കിയിട്ടുള്ളത്. ആഞ്ജനേയ സ്വാമി നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റാണേ. അവന്റെ കോതമംഗലത്ത് തൃശ്ശൂർ പൂരം നടക്കും. ഇന്ന് ഞാൻ ലൈവിൽ വരുന്നത് ഒരു വ്യക്തിക്ക് ഒരു ചെറിയൊരു മറുപടി കൊടുക്കാനാണ്. എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. അതായത് റിപ്പോർട്ടർ ലൈവ് എന്ന ചാനലിലെ ഒരു ജീവനക്കാരൻ, ഒരു ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. എന്നെ ജീവനോടെ കാണണമെങ്കിൽ ഇന്ന് നിങ്ങൾ കണ്ടോണം, നാളത്തെ കാര്യം സംശയമാണ്. അപ്പം ഇങ്ങേര് കഴിഞ്ഞ ദിവസം അവരുടെ ഒരു റിപ്പോർട്ടർ പരിപാടിക്കിടയിൽ നമ്മുടെ പേര് പരാമർശിച്ചുകൊണ്ട് ഒരു കാര്യം പറയുണ്ടായി. അത് പിന്നെ നമ്മുടെ പണി അങ്ങനെയായി പോയില്ലച്ചോ. ഭയങ്കര കോമ്പറ്റീഷനാണ്. ഇമ്മാരി അൽക്കുലത്ത് പരിപാടിയിലാണ്ട് പിടിച്ചിക്കാൻ പറ്റില്ലെന്ന്. അപ്പം അതിനൊരു മറുപടി, അല്ലെങ്കിൽ എൻ്റെ ചില സംശയങ്ങൾ എനിക്കും തീർക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. സന്തോഷ് പണ്ഡിറ്റ് പോലൊരു കഥാപാത്രം ഉണ്ടായില്ലേ, നമ്മൾ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അയാളെ. അതിൽ ഇത്രയും അശ്ലീലം കേട്ടോ. അയാൾക്ക് ചില എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, ഒരു മാനസികമായിട്ടുള്ള എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരാളായിട്ടൊക്കെയാണ് ഞാൻ അയാളെ മനസ്സിലാക്കിയിട്ടുള്ളത്. നീ തീർന്നു, ഇത്ര അഹങ്കാരം പാടില്ലടാ. അപ്പോൾ ഈയിടെയായിട്ട് അവർക്ക് റേറ്റിംഗ് കുറഞ്ഞപ്പോൾ അവരൊരു തന്ത്രം ഉപയോഗിക്കുകയാണ്. അതായത് അനാവശ്യമായി അവരുടെ ചർച്ചയ്ക്കിടയിൽ എൻ്റെ പേര് ഉപയോഗിക്കുകയാണ്. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു മാനസിക നില അത്ര നല്ലതല്ല എന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നാണ് പറയുന്നത്. അല്ല മാഡം, മറ്റു ചാനലിലെ റിപ്പോർട്ടർമാരൊക്കെ എരിവും പുളിയും ഇക്കിളിയൊക്കെ കൂട്ടി പറയുന്നത് കേൾക്കുമ്പോൾ കൊതിയാവുകയാണ് അങ്ങനെ പറയാൻ. ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞത് തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ നമുക്ക് മാനസിക നില ഇല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ സാധാരണ ഇതിൽ ഒരു ഡോക്ടറെ അടുത്ത് സമീപിക്കും. ചിലപ്പോൾ ഞാൻ ഇയാളുടെ തന്തേൻ്റെ അടുത്ത് ഞാൻ ചിലപ്പോൾ ചെന്നിട്ടുണ്ടാവാം. എന്താ ഉറക്കം വരുന്നു. ചിലപ്പോൾ ഞാൻ ഇയാളുടെ തന്തേൻ്റെ അടുത്ത് ഞാൻ ചിലപ്പോൾ ചെന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഇടാ സന്തോഷ് വേണ്ടിയിട്ടൊക്കെ എൻ്റെ പേഷ്യൻ്റ് ആട്ടാ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ആ സത്യം മനസ്സിലാക്കുന്നു. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഇത് പഠിച്ച ആളോ ആവണമെന്നില്ല. ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അച്ഛൻ. അപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ തന്തേൻ്റെ അടുത്ത് ഞാൻ ചെല്ലുന്നു, ചേട്ടാ എൻ്റെ മാനസികാരോഗ്യം മോശമാണെന്ന് പറയുന്നു. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇദ്ദേഹം മകനോട് പറയുന്നു, ഈ മകൻ ഈ ഉണ്ണി ബാലകൃഷ്ണനോട് പറയുന്നു. ഇത് മനസ്സിലാക്കുന്ന അദ്ദേഹം ഇപ്പോൾ പറയുന്നു സന്തോഷ് പണ്ഡിറ്റ് മാനസിക നില അത്ര ശരിയല്ല. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. എന്തായാലും ഇതിനൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തരണം എന്നാണ് എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളത്. നിങ്ങളിൽ വല്ല തെളിവ് നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തുനിന്നോ അച്ഛൻ്റെ അടുത്തുനിന്നോ ഒരു തെളിവുമായി വരണം, ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ടേക്ക് ആൻ എക്സാമ്പിൾ. അദ്ദേഹത്തിന് ഞാനൊരു മനഃശാസ്ത്രം പഠിപ്പിച്ചു കൊടുക്കാം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അദ്ദേഹം മരിച്ചുപോയി എന്ന് സങ്കല്പിക്കുക. അപ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? കുറേ ആളുകൾ എന്നാലും നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ എന്ന് ഇയാളെ കുറിച്ച് പറയുമായിരിക്കും. കുറേ പേര് ഇപ്പം എന്തൊക്കെ ഇയാളെ കുറിച്ച് പറയാൻ സാധ്യതയുള്ളൂ, ആ നാറി ചത്തത് നന്നായി എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇദ്ദേഹത്തിന്റെ ചാനലിൽ തന്നെ ഉണ്ടാവാം. ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ വായിൽ തൃപ്തിയായില്ലടാ. തൃപ്തിയായി സാറേ. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. അത് നിശ്ചയമായിട്ടും ഞാൻ